അസ്സലാമു അലൈക്കും. പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മുടെ ഇസ്ലാമിക് സീരീസിലെ 19ാമത്തെ എപ്പിസോഡാണ്. ഇതിൽ നമുക്ക് ഇല്യാസ് നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് സംസാരിക്കാം. ജൂതഗ്രന്ഥങ്ങളിലെ ഈലിയ പ്രവാചകൻ എന്ന് പരിചയപ്പെടുത്തുന്ന ഇല്യാസ് നബി അലൈഹി ഇസ്ലാം ഇസ്രായേൽ ജനതയിൽ നിയുക്തനായ ഒരു ദേവദൂതനായിരുന്നു. ബാബിലേക്കായിരുന്നു ഇല്യാസ് നബി അലൈഹി ഇസ്ലാമിനെ പ്രവാചകനായി നിയോഗിച്ചത്. അവിടെയുള്ളവർ ആ സമയത്ത് വിഗ്രഹാരാധനയിൽ മുഴുകിയിരിക്കുകയായിരുന്നു. ബഅൽ എന്ന ദേവൻ്റെ പ്രതിഷ്ഠയെയായിരുന്നു അവർ ആരാധിച്ചിരുന്നത്. അദ്ദേഹം സമൂഹത്തെ അള്ളാഹുവിൻ്റെ ഏകത്വത്തിലേക്ക് ക്ഷണിച്ചു. എന്നാൽ അദ്ദേഹത്തെ അവർ അവഗണിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ഈ സംഭവത്തെക്കുറിച്ച് അള്ളാഹു ഖുർആനിൽ ഇപ്രകാരം പറയുന്നുണ്ട്: അപ്പോൾ അവർ അദ്ദേഹത്തെ നിഷേധിച്ചു, അതിനാൽ അവർക്ക് ശിക്ഷ കൊണ്ടുവരപ്പെടുക തന്നെ ചെയ്യും, കളങ്കമില്ലാത്ത ദൈവദാസന്മാരൊഴികെ. വിഗ്രഹാരാധനയിൽ നിന്ന് വിരമിക്കാൻ വിസമ്മതിച്ച ജനങ്ങൾക്കെതിരെ അദ്ദേഹം പ്രാർത്ഥിച്ചു. പ്രാർത്ഥന സ്വീകരിച്ച അള്ളാഹു അവർക്ക് 3 വർഷത്തോളം മഴ തടഞ്ഞു. അവരുടെ കൃഷി നശിക്കുകയും കന്നുകാലികൾ ചത്തൊടുങ്ങുകയും ചെയ്തു. വരൾച്ചയിൽ പൊറുതിമുട്ടിയ ജനത ഒടുവിൽ ഇല്യാസ് നബി അലൈഹി ഇസ്ലാമിനെ സമീപിച്ചു. മഴയ്ക്കു വേണ്ടി അള്ളാഹുവിനോട് തേടണമെന്നും മഴ പെയ്താൽ നിന്നിൽ വിശ്വസിക്കാമെന്നും അവരറിയിച്ചു. അങ്ങനെ അദ്ദേഹം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. മഴ പെയ്തു. എന്നാൽ വാഗ്ദാനം ലംഘിച്ച ഇസ്രായേൽ ജനത നന്ദികേടിൽ തുടരുകയായിരുന്നു. ഒടുവിൽ അവരെ ദൈവിക ശിക്ഷ പിടികൂടി. വളരെ ചെറിയ രൂപത്തിലാണ് ഇല്യാസ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ജീവിതം നമ്മളിവിടെ അവതരിപ്പിച്ചത്. നിങ്ങൾക്ക് അദ്ദേഹത്തെക്കുറിച്ച് ഇനിയും കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇതുപോലെയുള്ള പ്രവാചക കഥകളും ചരിത്രങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക. കൂടാതെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും വിമർശനങ്ങളും അറിയിക്കുക. മറ്റൊരു പ്രവാചക സ്റ്റോറിയുമായിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ കാണാം. അസ്സലാമു അലൈക്കും.